മറ്റ് വൃദ്ധസദനങ്ങളെക്കാൾ കുറച്ച് വ്യത്യസ്തമായ രീതിയാണ് ഞങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഈ വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. മോർണിംഗ് 6 o'clock തന്നെ എണീക്കണം. പിന്നെ മെഡിറ്റേഷൻ, എക്സസൈസ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കറക്റ്റ് റുട്ടീനാണ്. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ മെമ്പർഷിപ്പിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ സർ. സർ ഈ പാക്കേജ് ഒന്ന് സെലക്ട് ചെയ്തോളൂ. മാഡം ഇതിൽ നോൺ AC മതി, നോൺ വെജ്. സെക്കൻഡ് പാക്കേജ് എടുത്തോളൂ. ഓക്കെ സർ. ഡാഡി റൂമിലേക്ക് പൊക്കോളൂ, ഞാൻ ഈ പ്രൊസീജിയർ തീർത്തിട്ട് വരാം. സാർ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഫാദറിനെ കണ്ടിട്ട് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത പോലെ ഉണ്ടല്ലോ. ഭയങ്കര സങ്കടമുണ്ട്. പാവം. പാവം നിങ്ങൾക്കാളുടെ കയ്യിലിരിപ്പ് അറിയാത്തോണ്ടാ. വടിയുമ്പോ തുണി ചുറ്റിയ വെറുതെ ഇല്ല, അതാണ് കയ്യിലിരിപ്പ്. കണ്ണ് തെറ്റിയ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ആ കാശ് കൊണ്ട് കള്ളും കുടിക്കും, ചീട്ടും കളിക്കും. എന്തിന് ഈ പഞ്ചായത്തിൽ ഒരു പെണ്ണിന് പോലും സമാധാനമായിട്ട് കുളിക്കാൻ സമ്മതിക്കില്ല. ആരുടെ അവിടെ? സമാധാനമായിട്ട് ജീവിക്കണ വീട്ടില് ഊമക്കത്ത് എഴുതി അവർ തമ്മിൽ തല്ലുപിടിക്കുക, ഇതൊക്കെയാണ് പരിപാടി. ഇതൊക്കെ പോരാഞ്ഞ് 10ാം ക്ലാസ്സുകാരുടെ റീജോയിനിങ്ങിന് കൂടെ പഠിച്ച ഒരു പെണ്ണിന്റെ കൂടെ ഓടിപ്പോയി നാട്ടുകാർ പിടിച്ചോണ്ട് വന്നു. ഇത് തന്നെ എന്റെ പൈസ ഉണ്ടായിട്ടല്ല, നാട്ടുകാർ പിരിവെടുത്ത് തന്നിട്ടാണ്. ചായ നീ ഇവിടെ ഇല്ലായിരുന്നോ? Ulumar